റെസിസ്റ്റൻസ് കൂട്ടിച്ചേർക്കുന്നത് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്, ഒന്നോ അതിലധികമോ റെസിസ്റ്റൻസ് കൂട്ടിച്ചേർക്കുമ്പോൾ സർക്യൂട്ടിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിന് എങ്ങനെയാണ് വ്യത്യാസം വരിക എന്നുള്ളതാണ് നമ്മൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ക്യാൻ ബി കമ്പൈൻഡ് ഇൻ 2 ways, ഇൻ സീരീസ് ആൻഡ് ഇൻ പാരലൽ. ഇനി എങ്ങനെയാണ് സീരീസ് മെത്തേഡിൽ റെസിസ്റ്റൻസ് കമ്പൈൻ ചെയ്യുക, എങ്ങനെയാണ് പാരലൽ മെത്തേഡിൽ റെസിസ്റ്റൻസ് കമ്പൈൻ ചെയ്യാന്ന് നമുക്കൊന്ന് നോക്കാം. റെസിസ്റ്റൻസ് ഇൻ സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ് യൂണിറ്റ് ഓം ആണെന്ന് അറിയാം. അപ്പൊ എൻ്റെ കയ്യിൽ 1 ohm, 3 ohm, 5 ohm എന്നുള്ള 3 റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അത് ഞാൻ ഒരു റെസിസ്റ്റൻസ് കഴിഞ്ഞ് അടുത്ത റെസിസ്റ്റൻസ്, അത് കഴിഞ്ഞിട്ട് വേറെ റെസിസ്റ്റൻസ്, അങ്ങനെ കണക്ട് ചെയ്യാന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ഈ ട്രെയിനിന്റെ ബോഗികൾ കണക്ട് ചെയ്യുന്നല്ലോ, ഒന്നിനോടൊന്നോട് ബന്ധിപ്പിച്ച് കണക്ട് ചെയ്യാന്ന് വിചാരിക്കുക. അതിനാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കുന്നതാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. അപ്പൊ when two or more, അതായാലും കുഴപ്പമില്ല, ആർ കണക്റ്റഡ് എൻഡ് ടു എൻഡ് കോൺസിക്യൂട്ടീവ്ലി, ഒന്നിനോട് ഒന്ന് ബന്ധിപ്പിക്കുക, then they are said to be connected in series. അങ്ങനെയാണെങ്കിൽ അത് സീരീസ് കണക്ഷൻ ആണ്. According to the law of combination of series, the combined resistance of any number of resistance connected in series is equal to the sum of individual resistance. അപ്പൊ നമ്മൾ ഇങ്ങനെ റെസിസ്റ്റൻസ് സീരീസ് ആയി കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ടോട്ടൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓരോന്നിന്റെയും റെസിസ്റ്റൻസ് വാല്യൂസ് കൂട്ടിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഞാൻ 1 ohm, 3 ohm, 5 ohm ആണ് സീരീസ് ആയി കണക്ട് ചെയ്താൽ ആ ഈ 3 എണ്ണം കണക്ട് ചെയ്തുകൊണ്ടുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് 1 + 3 + 5 9 ohms ആയി. When a number of resistance connected in series are joined to the terminal of the battery, then each resistance have different potential difference across its ends, which depends on the value of resistance. അപ്പൊ ഇത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ റെസിസ്റ്റൻസും സീരീസ് ആയി കണക്ട് ചെയ്തു. അങ്ങനെ സീരീസ് ആയി കണക്ട് ചെയ്ത എല്ലാ റെസിസ്റ്റൻസിന്റെയും രണ്ടറ്റം ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പൊ ബാറ്ററിയിൽ നിന്ന് ഒരു കറണ്ട് വരുന്നുണ്ടാവും, ബാറ്ററിക്ക് ഒരു പൊട്ടൻഷ്യലും ഉണ്ടാവും. അപ്പൊ ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ട് ഐ ആണെങ്കിൽ ആ ഐ ആദ്യത്തെ റെസിസ്റ്റൻസ് കൂടെ ഒഴുകും, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റെസിസ്റ്റൻസ് കൂടെ ഒഴുകും, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ റെസിസ്റ്റൻസ് കൂടെ ഒഴുകും, ഇത് അപ്പുറത്തെ ടെർമിനലിൽ കൂടെ ബാറ്ററിയുടെ ഇപ്പുറത്തെ പോളിലേക്ക് വരും. അങ്ങനെ അത് സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. അപ്പൊ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ എല്ലാ റെസിസ്റ്റൻസിൽ കൂടെ ഒഴുകുന്ന കറണ്ട് ഒന്ന് തന്നെയാണ്. ഈ കറണ്ട് ആദ്യത്തെ റെസിസ്റ്റൻസ് കൂടെ പോയ കറണ്ട് തന്നെയാണ് രണ്ടാമത്തെ കൂടെയും പോകുന്നത്. പക്ഷേ ഓംസ് ലോ പ്രകാരം നമുക്കറിയാം V = IR. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. അപ്പൊ കറണ്ട് ഓരോ റെസിസ്റ്റൻസ് കൂടെ പോകുമ്പോഴും അതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവും. അതായത് 1 ohm കൂടെ പോകുമ്പോൾ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ കറണ്ട് ഇൻറ്റു 1 ohm. 3 ohm കൂടെയാണ് അത് പോകണമെങ്കിൽ കറണ്ട് ഇൻറ്റു 3 ohm ആവും. 5 ohm കൂടെ പോകണമെന്ന് വെച്ചാൽ കറണ്ട് ഇൻറ്റു 5 ohm ആവും. അപ്പൊ ഓരോ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് സീരീസ് കണക്ഷനിൽ എല്ലാ റെസിസ്റ്റൻസിൽ കൂടെ പോകുന്ന കറണ്ട് തുല്യമാണ്. പക്ഷെ ഓരോ റെസിസ്റ്റൻസിൽ കൂടെ പോകുന്ന പൊട്ടൻഷ്യലും അല്ലെങ്കിൽ ഓരോ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് ഡിഫറെന്റ് ആണ്. അതാണ് സീരീസ് കണക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റുകൾ. ബട്ട് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി എൻഡ്സ് ഓഫ് ആൾ റെസിസ്റ്റൻസ് ആർ ഈക്വൽ. ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണോ അത് തന്നെയായിരിക്കും. ഇപ്പൊ 10 വോൾട്ട് ബാറ്ററിയെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 ohm, 3 ohm, 5 ohm റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ട് ഈ മൊത്തം റെസിസ്റ്റൻസിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും പൊട്ടൻഷ്യൽ അളന്ന 10 വോൾട്ട് തന്നെയായിരിക്കും. പക്ഷെ ഓരോ റെസിസ്റ്റൻസിന്റെയും പൊട്ടൻഷ്യൽ അളന്ന പല പല പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടും. When a number of resistors are connected in series, then the same current flows through each resistance. ഞാൻ ഓൾറെഡി പറഞ്ഞു, എല്ലാ റെസിസ്റ്റൻസിലും കൂടെ ഒഴുകുന്ന കറണ്ട് തുല്യമായിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറെന്റ് ആയിരിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് റിസൾട്ടന്റ് ഓഫ് റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ വരികയെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഇവിടെ 3 റെസിസ്റ്റൻസ് സീരീസ് ആയി കണക്ട് ചെയ്തിരിക്കുകയാണ്, R1, R2, R3. അപ്പൊ ഇവിടെ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയിലത്തെ കറണ്ട് ഇങ്ങനെ വന്ന് ആദ്യം ഫസ്റ്റ് റെസിസ്റ്റൻസിൽ കൂടെ പോകും, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റെസിസ്റ്റൻസിൽ കൂടെ പോകും,
തേർഡ് റെസിസ്റ്റൻസ് കൂടെ ഇങ്ങനെ വന്ന് ഇപ്പുറത്തെത്തും. അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും, കറണ്ട് ഒഴുകും. പക്ഷെ ഈ കറണ്ട് R1 എത്തുമ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V1 ഈക്വൽ ടു I ഇൻറ്റു R1. ഇവിടെ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ വീണ്ടും വ്യത്യാസം വരും, V2 ഈക്വൽ ടു I ഇൻറ്റു R2, കാരണം റെസിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. ഇവിടെ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം വരും, I ഇൻറ്റു R2. പക്ഷെ ഈ മൂന്ന് പൊട്ടൻഷ്യലും കൂടി കഴിഞ്ഞാൽ V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് പറയുന്നത് ഈ ടോട്ടൽ പൊട്ടൻഷ്യൽ V തന്നെയായിരിക്കും. അത് മാത്രമാണ് നമുക്കിവിടെ അറിയേണ്ടുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ടോട്ടൽ പൊട്ടൻഷ്യൽ V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. പൊട്ടൻഷ്യൽ അക്രോസ് ഫസ്റ്റ് റെസിസ്റ്റൻസ് I ഇൻറ്റു R1, സെക്കൻഡ് റെസിസ്റ്റൻസ് I ഇൻറ്റു R2, തേർഡ് റെസിസ്റ്റൻസ് I ഇൻറ്റു R2. ഇനി ഇതൊന്നും നോക്കാം. The figure shows three resistance R1, R2, R3 connected in series. Now suppose potential difference across the resistance R1 is V1, potential difference across R2 is V2, and the potential difference across R3 is V3. Let the potential difference across the battery is V, then V equal to V1 plus V2 plus V3. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടോട്ടൽ വോൾട്ടേജ് V equal to V1 plus V2 plus V3. Applying Ohm's law, V equal to I into R. നമുക്കറിയാം ഈ മൂന്ന് റെസിസ്റ്റൻസിനും പകരം അതല്ലെങ്കിൽ ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ആണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു ഈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. അതാണ് ഇവിടെ V equal to I into R. അതുപോലെ ഓരോ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജുകളാണ് V1 equal to IR1, V2 equal to IR2, V3 equal to IR3. അപ്പൊ ഈ 4 ഇക്വേഷൻ കൂടി നമ്മൾ ഈ മുകളിലത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിക്ക് വരെ നമുക്ക് എഫക്റ്റീവ് IR എന്ന് കൊടുക്കാം. ബാക്കിയുള്ളത് IR1 പ്ലസ് IR2 പ്ലസ് IR2. ഇതിൽ I എല്ലാത്തിലും കോമൺ ആണ്. അപ്പൊ I പുറത്തേക്ക് എടുത്തു. അപ്പൊ ഈ ഐയും കൂടി ക്യാൻസൽ ആയി. സോ R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. അപ്പൊ മൂന്ന് റെസിസ്റ്റൻസ് സീരീസ് ആയി കണക്ട് ചെയ്ത എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് റെസിസ്റ്റൻസ് കൂടി കൂടിയതാണ്. അപ്പൊ ഞാൻ അങ്ങനെ N റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു വിചാരിക്കാം, N നമ്പർ ഓഫ് റെസിസ്റ്റൻസ്. അപ്പൊ അതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് R4 പ്ലസ് R5 പ്ലസ് എക്സെട്ര പ്ലസ് RN. അതിന്റെ ടോട്ടൽ സം ആയിരിക്കും അതിന്റെ effective resistance. Therefore, we conclude that the sum of total resistance in a series resistance connection is equal to the sum of all the resistance. എല്ലാ റെസിസ്റ്റൻസിന്റെയും കൂടി തുകയായിരിക്കും സീരീസ് റെസിസ്റ്റൻസ്. നെക്സ്റ്റ് ഈസ് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. അപ്പൊ ഇപ്പൊ ഞാൻ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്ത്, ഇനി പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്ത്. പാരലൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നിനൊന്നോട് ചേർക്കാതെ ഇതിന്റെ രണ്ട് ടെർമിനലും എല്ലാം കൂടി ഈ ബാറ്ററിക്ക് പൊട്ടൻഷ്യൽ ആയിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ഈ R1, R2, R3യുടെ എല്ലാ രണ്ട് ടെർമിനലും കൂടി കൂട്ടി യോജിപ്പിച്ച് ഈ ബാറ്ററിക്ക് അക്രോസ് ആയി കൊടുക്കുക. അപ്പൊ പാരലലായി. When two or more resistors are connected between the same points, they are said to be connected in parallel. അപ്പൊ എല്ലാ റെസിസ്റ്റൻസിന്റെയും ടെർമിനല് ബാറ്ററിയുടെ ടെർമിനലിലേക്ക് പൊതുവായി കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പാരലൽ കണക്ഷൻ എന്ന് പറയും. അപ്പൊ നമ്മൾ സീരീസ് കണക്ഷനിൽ ഓൾറെഡി പറഞ്ഞു എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സമ്മാണ്. ഇവിടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സമ്മല്ല, സമ്മ് തന്നെയാണ്, പക്ഷെ റെസിപ്രോക്കൽസ് ഓഫ് ദി റെസിസ്റ്റൻസ് ആണ്. സം ഓഫ് ദി റെസിപ്രോക്കൽസ് ഓഫ് ദി റെസിസ്റ്റൻസ്. ആദ്യം റെസിപ്രോക്കൽ കാണണം, എന്നിട്ട് സമ്മയാണ്. അതായത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻവേഴ്സ് ഓഫ് ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ്, അതായത് 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 പ്ലസ് എക്സെട്ര പ്ലസ് 1/Rn. പാരലൽ ആകുമ്പോൾ റെസിപ്രോക്കലിന്റെ സമ്മാണ്. അക്കോർഡിംഗ് ടു ദി ലോ ഓഫ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ, the reciprocal of combined resistance of any number of resistance connected in parallel is equal to the sum of reciprocal of the individual resistance. 1/R equal to 1/R1 plus 1/R2 plus 1/R3 plus etc. When a number of resistance are connected in parallel, then the combined resistance is less than the smallest individual resistance. ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കൂടി വരും. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറഞ്ഞു വരും. പാരലായി കണക്ട് ചെയ്ത എഫക്റ്റീവ് റെസിസ്റ്റൻസ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിനോട് തുല്യമോ അതോ അതിനെക്കാട്ടിലും കുറവോ ആയിരിക്കും. അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബാക്കിയുള്ള റെസിസ്റ്റൻസിനെക്കാട്ടിലും ഏറ്റവും കുറവായിരിക്കും. പാരലൽ കണക്ഷനിൽ, സീരീസ് കണക്ഷനിൽ ഏറ്റവും കൂടുതലായിരിക്കും.
When a number of resistors are connected in parallel, then the potential difference across the resistance is the same, which is equal to the voltage of battery applied. So, series in the case, current passing through the resistance is same, potential is different. Parallel നേരെ തിരിച്ച് എല്ലാ റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ തുല്യമായിരിക്കും, പക്ഷെ കറണ്ട് ഓരോ റെസിസ്റ്റൻസിലും വ്യത്യാസമായിരിക്കും. അവിടുത്തെ നേരെ തിരിച്ചാണ് ഇവിടെ വരിക. അവിടെ കറണ്ട് എല്ലാത്തിലും തുല്യമായിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ പൊട്ടൻഷ്യൽ എല്ലാത്തിലും തുല്യമായിരിക്കും, കറണ്ട് ഡിഫറെന്റ് ആയിരിക്കും. When a number of resistors connected in parallel are joined to two terminals of battery, then different amount of current flow through each resistance, which depends on the value of resistance. So, നമ്മൾ കറണ്ട് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ, അതായത് എല്ലാ റെസിസ്റ്റൻസിന്റെ ടെർമിനൽ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാറ്ററിയിൽ നിന്ന് കറണ്ട് വരുമ്പോൾ കറണ്ടിന് ഒരു ടെൻഡൻസി ഉണ്ട്, ലോവർ റെസിസ്റ്റൻസ് എവിടെയാണോ അത് കൂടെയാണ് ഒഴുകാൻ സാധ്യത. അപ്പൊ ലോവർ റെസിസ്റ്റൻസ് കൂടെ കൂടുതൽ കറണ്ട് ഒഴുകും, ഹയർ റെസിസ്റ്റൻസ് കൂടെ കുറച്ച് കറണ്ട് ഒഴുകും. അപ്പൊ കറണ്ട് പല റെസിസ്റ്റൻസിലും പല രീതിയിലായിരിക്കും. But the current flowing through each parallel resistance taken together is the sum of current flowing in the circuit as a whole. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ റെസിസ്റ്റൻസിനും, സീരീസിന്റെ കേസിൽ ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടെങ്കിലും ടോട്ടൽ പൊട്ടൻഷ്യൽ എല്ലാത്തിന്റെയും കൂട്ടിയ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ് ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ തുല്യമായിരിക്കും. അതുപോലെ ഇവിടെ എല്ലാ റെസിസ്റ്റൻസിലെയും ഓരോ റെസിസ്റ്റൻസിലെയും കറണ്ട് വ്യത്യാസമുണ്ടെങ്കിലും എല്ലാ റെസിസ്റ്റൻസിലും കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ സമ്മ് ബാറ്ററിയുടെ കറണ്ടിന് തുല്യമായിരിക്കും. Thus, when a number of resistors are connected in parallel, then the sum of current flowing through all the resistance equal to the total current flowing through the circuit. അപ്പോൾ ഓരോ റെസിസ്റ്റൻസിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ സമ്മ ആയിരിക്കും ടോട്ടൽ കറണ്ട് പാസിംഗ് ത്രൂ ദി സർക്യൂട്ട്. അപ്പൊ നേരത്തെ അതേപോലെ തന്നെ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ കോമ്പിനേഷൻ നോക്കാം. അപ്പൊ അതേപോലെ മൂന്നെണ്ണം നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്ത് പിടിക്കാതെ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, ഇവിടെ റെസിസ്റ്റൻസ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ R1ന്റെ ടെർമിനലിൽ, R2ന്റെ ടെർമിനലിൽ, R3യുടെ ടെർമിനലിൽ എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ബാറ്ററിയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ബാറ്ററിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയുടെ പൊട്ടൻഷ്യലാണ് V, അത് കൂടെ കറണ്ട് ഇങ്ങനെ വരുന്നു, ടോട്ടൽ കറണ്ട് I ഇങ്ങനെ വരുന്നു. അപ്പൊ ഇവിടെ എത്തുമ്പോൾ മൂന്ന് രീതിയിൽ ഇതിനെ പാസ് ചെയ്യാൻ പറ്റും അല്ലേ? ഫസ്റ്റ് റെസിസ്റ്റൻസ് കൂടെ പാസ് ചെയ്യാം, സെക്കൻഡ് റെസിസ്റ്റൻസ് കൂടെ, തേർഡ് റെസിസ്റ്റൻസ് കൂടെ. അപ്പൊ ഈ ഓരോ റെസിസ്റ്റൻസിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തതിൽ കൂടെ ഒഴുകുന്ന കറണ്ടിന് വ്യത്യാസം വരും. പക്ഷെ പൊട്ടൻഷ്യല് എല്ലാ റെസിസ്റ്റൻസിനും ഒരേ പൊട്ടൻഷ്യലാണ് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് പൊട്ടൻഷ്യൽ എല്ലാത്തിനും തുല്യമാണ്. പൊട്ടൻഷ്യൽ ഈ സെയിം, കറണ്ട് ഈസ് ഡിഫറൻസ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കറണ്ട് റെസിസ്റ്റൻസിന്റെ ഈ പാസ് ചെയ്യുന്ന എല്ലാ കറണ്ടും കൂടി കൂട്ടിയാൽ ടോട്ടൽ കറണ്ടിനോട് തുല്യമായിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, I equal to I1 plus I2 plus I3 ടോട്ടൽ കറണ്ട്. അപ്പൊ ഈ പാരലൽ റെസിസ്റ്റൻസിന് പകരം ഞാൻ ഇവിടെ ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ആണെങ്കിൽ എഫക്റ്റീവ് കറണ്ട് ഇൻ ദി സർക്യൂട്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. സോ I equal to V by R. അതുപോലെ ഓരോ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള കറണ്ടാണ് I1 equal to V by R1, I2 equal to V by R2, I3 equal to V by R3. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ 4 ഇക്വേഷൻ കൂടി ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ഐന് നമ്മൾ പൊതുവെ V by R എന്ന് എഴുതും, I1 V by R1, I2 V by R2, I3 V by R3. ഇതിൽ V എല്ലാത്തിലും കോമൺ ആണ്. അപ്പൊ V പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 1 by R1 plus 1 by R2 plus 1 by R3. അപ്പൊ ഇവിടെ ഒരു V ഉണ്ട്, ഇവിടെ ഒരു V ഉണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 by R which is equal to 1 by R1 plus 1 by R2 plus 1 by R3. അപ്പോൾ മൂന്ന് റെസിസ്റ്റൻസ് സീരീസ് ആയി പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത്, സീരീസ് ആയി കണക്ട് ചെയ്ത R1 plus R2 plus R3, അത് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തെങ്കിൽ 1 by R equal to 1 by R1 plus 1 by R2 plus 1 by R3. ഇനിയിപ്പോൾ ഞാൻ N റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3 plus 1 by R4 plus 1 by R5 plus etc plus etc plus etc plus 1 by Rn. അത്രയും ആയിരിക്കും അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. Therefore, we conclude that the sum of total resistance in a parallel resistance connection is equal to the sum of reciprocals of each resistance. Sum of reciprocals of all the resistance. Reciprocal sum ആണ് പാരലലിൽ വരിക. അപ്പൊ നമുക്ക് പാരലലും ആൻഡ് സീരീസ് കണക്ഷനും തമ്മിൽ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി കൂടി നടത്താം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഉപയോഗം മനസ്സിലാവും. ആദ്യം പാരലൽ കണക്ഷൻ. അപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ നടത്തുന്ന കണക്ഷൻ പാരലൽ കണക്ഷൻ ആണ്, സീരീസ് കണക്ഷൻ അല്ല. അപ്പൊ എന്തുകൊണ്ടാണ് പാരലൽ കണക്ഷൻ നടത്താനുള്ള കാരണം എന്നാണ്
നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ മെയിൻസ് വോൾട്ടേജ് 220 വോൾട്ട് ആണെന്ന് നമുക്കറിയാം. അത് നമ്മൾ പാരലലാണ് നമ്മുടെ വീട്ടിൽ എല്ലാത്തിലും കണക്ട് ചെയ്യുക, എക്സെപ്റ്റ് മെയിൻ സ്വിച്ചുകൾ. മെയിൻ സ്വിച്ച് മാത്രം സീരീസ് ആയി കണക്ട് ചെയ്യും. അതെന്തിനാ സീരീസ് ആയി കണക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ആക്കി കഴിഞ്ഞാൽ എല്ലാ സ്വിച്ചും ഓഫ് ആവും, ബാക്കിയെല്ലാം പാരലലാണ്. അപ്പോൾ പാരലൽ കണക്ഷൻ ആൻഡ് സീരീസ് കണക്ഷൻ. ഇഫ് വൺ ഇലക്ട്രിക് അപ്ലയൻസ് സ്റ്റോപ്സ് വർക്കിംഗ് ഡ്യൂ ടു സം ഡിഫക്ട്, then all other appliances keep working normally. പാരലൽ കണക്ഷൻ ആണെങ്കിൽ, കാരണം ഇപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് ഇവിടെ പാരലായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ ഇവിടെ സർക്യൂട്ട് ബ്രേക്ക് ആയി എന്ന് വിചാരിക്കുക, R1 ബ്രേക്ക് അയച്ചാലും ഇതിന് R2 കൂടെ R3 കൂടെയും കറണ്ടിന് പോകാം, പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഹോം അപ്ലയൻസ്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഒക്കെയാണ് റെസിസ്റ്റൻസിന് പകരം ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ, ഇപ്പോൾ ഫ്രിഡ്ജ് അടിച്ചു പോയാലും വാഷിംഗ് മെഷീനും ടി വി ഒക്കെ വർക്ക് ചെയ്തു. If one electric appliance stops working due to some effect, then all other appliances keep working normally. പക്ഷെ സീരീസ് ആണെങ്കിൽ ഒരെണ്ണത്തിൽ കൂടെ പോയ കറണ്ടാണ് അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഒരെണ്ണം വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ അടുത്ത ഒന്നും വർക്ക് ചെയ്യില്ല. So if one electric appliance stop working due to some defect, then all other appliances stop working. ഇത് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പാരലൽ കണക്ഷൻ ആണ് വയ്ക്കുക, എക്സെപ്റ്റ് മെയിൻ സ്വിച്ച്. മെയിൻ സ്വിച്ച് സീരീസ് ആയിട്ട് വയ്ക്കുക. അതെന്തിനാണ്? മെയിൻ സ്വിച്ചിന്റെ ഉപയോഗം അതാണ്. കാരണം മെയിൻ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ എല്ലാം ഓഫ് ആവണം, അപ്പോൾ ഓഫ് ആവും. ഇൻ പാരലൽ സർക്യൂട്ട്, ഈച്ച് ഇലക്ട്രിക് അപ്ലയൻസ് ഹാസ് ഇറ്റ്സ് ഓൺ സ്വിച്ച് ഡ്യൂ ടു വിച്ച് ഇറ്റ് ക്യാൻ ബി ടേൺഡ് ഓൺ ഓർ ഓഫ് ഇൻഡിപെൻഡന്റ്ലി. പാരലൽ സർക്യൂട്ട് ആണെങ്കിൽ നമുക്കിപ്പോൾ ഈ നേരത്തെ കൊടുത്ത പോലെ ഇതിൽ ഓരോരോ സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു സ്വിച്ച്, ഇവിടെ ഒരു സ്വിച്ച്, ഇവിടെ ഒരു സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ സ്വിച്ച് ഓൺ ആക്കിയാൽ ഇത് കൂടെ കറണ്ട് ഒഴുകും. ഇത് രണ്ടും ഓഫ് ആണെങ്കിലും ഇത് കൂടെ കറണ്ട് ഒഴുകിക്കോളും. അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ സീരീസ് കണക്ഷനിൽ ആൾ ദി ഇലക്ട്രിക് അപ്ലയൻസ് ഹാവ് ഓൺലി വൺ സ്വിച്ച് ഡ്യൂ ടു വിച്ച് ദേ കനോട്ട് ബി ടേൺ ഓൺ ഓർ ഓഫ് സെപ്പറേറ്റ്ലി. സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സ്വിച്ചിന്റെ കേസ് പോലെ, ആകെ ഒരു സ്വിച്ച് ഓൺ ആക്കിയാൽ ഓണായി, ഓഫ് ആക്കിയാൽ എല്ലാം ഓഫായി. ഇനി പാരലൽ കണക്ഷൻ, ഈച്ച് അപ്ലയൻസ് ഗെറ്റ് സം വോൾട്ടേജ് ആസ് സെയിം വോൾട്ടേജ് ആസ് ദി പവർ സോഴ്സ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏത് പ്ലഗിൽ നിങ്ങൾ വോൾട്ടേജ് അളന്ന് നോക്കിയാലും 220 വോൾട്ട് ആയിരിക്കും. കാരണം എല്ലാ കണക്ഷനും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്ര വോൾട്ടാണോ വരുന്നത് ആ വോൾട്ട് തന്നെയായിരിക്കും എല്ലാത്തിനും കിട്ടുക. ഇൻ സീരീസ് സർക്യൂട്ട് ദി അപ്ലയൻസ് ഡു നോട്ട് ഗെറ്റ് സം വോൾട്ടേജ് ആസ് ദി പവർ സപ്ലൈ ലൈൻ. പക്ഷെ സീരീസ് ആയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്യുന്ന അപ്ലയൻസിന്റെ റെസിസ്റ്റൻസ് അനുസരിച്ച് അതിന്റെ വോൾട്ടേജ് മാറിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ്, ഓവറോൾ റെസിസ്റ്റൻസ് ഓഫ് ദി ഹൗസ് ഹോൾഡ് സർക്യൂട്ട് ഈസ് റെഡ്യൂസ്ഡ് ഡ്യൂ ടു വിച്ച് കറണ്ട് ഫ്രം ദി പവർ സപ്ലൈ ഇസ് ഹൈ. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, പാരലൽ സർക്യൂട്ടിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസിനോട് തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാട്ടിലും കുറവായിരിക്കും. അതായത് റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. അപ്പൊ ഹൈ കറണ്ട് ഡ്രോൺ ചെയ്യാൻ പറ്റും. പക്ഷെ ഇൻ സീരീസ് സർക്യൂട്ട് റെസിസ്റ്റൻസ് കൂടിക്കൂടി, ഓരോ അപ്ലയൻസ് കണക്ട് ചെയ്യുന്നതോറും റെസിസ്റ്റൻസ് കൂടിക്കൂടി വരും. അതിനർത്ഥം എന്താ? കറണ്ട് കുറഞ്ഞു വരും. സോ ഇൻ സീരീസ് സർക്യൂട്ട് ദി ഓവറോൾ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് ഇൻക്രീസസ് ഡ്യൂ ടു വിച്ച് കറണ്ട് ഫ്രം ദി പവർ സോഴ്സ് ഈസ് ലോ. അപ്പൊ കറണ്ട് കുറഞ്ഞു വരും. അപ്പൊ അതാണ് സീരീസ് കണക്ഷനും. പ്രാക്ടിക്കലി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാരലൽ കണക്ഷൻ ആൻഡ് സീരീസ് കണക്ഷൻ? അപ്പൊ ഇതിന്റെ ഒരു സമ്മറിയാണിത്. The total resistance of the circuit is dependent on the number of resistors in the circuit and their configuration. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ ദി സർക്യൂട്ട് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എത്ര റെസിസ്റ്റൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ആ റെസിസ്റ്റൻസ് എങ്ങനെയാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇഫ് ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ്, then total resistance or effective resistance is equal to R1 plus R2 plus R3 plus etc. plus Rn. Similarly, for parallel circuit, 1 by R total or 1 by R effective, which is equal to 1 by R1 plus 1 by R2 plus 1 by R3 plus 1 by R4 plus etc. plus 1 by R. Next is principle of shunt resistance.